ദൈവം നമ്മളോട് ഇടപെടുന്ന ഒരു വാക്ക് മതി മക്കളെ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരൊറ്റ വാക്ക് ഞാൻ ഇന്ന് ഈ ആലയത്തിനകത്ത് റിലീസ് ചെയ്യാണ്. അത് ഇന്നെടുക്കുന്ന മെസ്സേജിനുള്ള ബന്ധത്തിലാണ്. നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആ വിഷയത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ പോകും. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ആ കേസിനെ, ആ വിഷയത്തെ ദൈവം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. താങ്ക് യു ലോർഡ് ജീസസ്. അതിനാധാരമായിട്ട് ഒരു 2-3 വചനങ്ങൾ, വേദഭാഗങ്ങൾ വായിക്കാനായിട്ട് ഞാൻ നിങ്ങളെ നിർദ്ദേശിക്കുകയാണ്. അത് നിങ്ങൾ നോക്കണം. ഒന്ന്, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. 39 മുതലുള്ള വാക്യങ്ങൾ. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? ഒന്നാമത്തെ വിഷയം, കാറ്റ്, കടല് ഇളകി മറിയുകയാണ്. അവർ സഞ്ചരിക്കുന്ന വള്ളത്തിനകത്ത് വെള്ളം കയറി മരണഭീതിയിൽ അവർ നിലവിളിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ, അടുത്ത നിമിഷത്തിൽ എന്തും സംഭവിക്കാവുന്ന നിലയിലുള്ള ഒരു സാഹചര്യം അവരുടെ മുൻപിലുണ്ട്. ആ സാഹചര്യത്തെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായിരുന്നു. ആ കാറ്റിനെ, അവരുടെ മുമ്പിൽ അടിച്ച കാറ്റിനെ, അവരുടെ വള്ളത്തിൽ കയറിയ വെള്ളത്തെ, അവർ നേരിട്ട വിഷയത്തെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായിരുന്നു. എന്നാൽ ഒന്നാമത്തെ വിഷയം, യേശു അവർക്ക് വേണ്ടി അമരത്ത് എഴുന്നേറ്റു. യേശുവിന്റെ അധികാരം ഉള്ള നാമത്തിൽ ഇന്ന് പകൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളെ, ശക്തികളെ, സാഹചര്യങ്ങളെ, നിനക്ക് നേരിടാൻ കഴിയാത്ത വിഷയത്തെ നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ നിന്റെ ജീവിതം എന്ന പടകിനകത്ത് സ്വർഗം എഴുന്നേൽക്കുന്ന പകലായി ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത, എനിക്കും നിങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ കുടുംബജീവിതമാകാം, നിങ്ങളുടെ സാമ്പത്തികമാകാം, നിങ്ങളുടെ ആരോഗ്യമാകാം, നിങ്ങളുടെ ബിസിനസ് ആകാം, നിങ്ങളുടെ ആത്മീക ശുശ്രൂഷയാകാം. നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കുന്ന കാറ്റേതെന്ന് ഇന്ന് പകൽ നിങ്ങൾക്കതറിയാം. എന്നാൽ ആത്മാവ് നിങ്ങളോട് പ്രവചിക്കുന്നു, ഈ ആരാധനയുടെ നടുവിൽ, ഈ ആർത്തു വിളിക്കുന്ന നിലവിളിയുടെ നടുവിൽ നിനക്ക് വേണ്ടി ആ തിരകളെ ശാന്തമാക്കുവാൻ, നിനക്ക് വേണ്ടി ആ കാറ്റിനെ ശാന്തമാക്കുവാൻ, നിനക്ക് വേണ്ടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ ഇന്ന് പകലിൽ നിന്റെ പടകിൽ യേശു എഴുന്നേൽക്കുകയാണ്. ഒന്നാമതായി, ആർത്തലയ്ക്കുന്ന തിരമാലകളുടെ ഹുങ്കാര ശബ്ദത്തിന് യേശുവിനെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയാതിരുന്നപ്പോഴും, അലറി വിളിക്കുന്ന തിരമാലകൾക്ക് യേശുവിനെ ഉണർത്തുവാൻ കഴിയാതിരുന്നപ്പോഴും, ആഞ്ഞു വീശുന്ന കാറ്റ് പടകിനെ അടിച്ച് ഒലയ്ക്കുമ്പോഴും, ആ അടിച്ചൊലയ്ക്കുന്ന ഉലച്ചിലുകളുടെ നടുവിലും നസ്രയൻ എഴുന്നേക്കാതിരിക്കുമ്പോഴും, അതിനകത്തുനിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് നാഥാ എന്ന് വിളിച്ചപ്പോൾ, വായ് തുറന്ന് കരയാൻ, പ്രാർത്ഥിക്കാൻ, ചോദിക്കാൻ തീരുമാനിച്ചപ്പോൾ, തിരമാലകൾക്കുണർത്താൻ കഴിയാത്തവനെ
ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റുകൾ കുണർത്താൻ കഴിയാത്തവനെ, തന്റെ മക്കളുടെ നിലവിളിയുടെ നടുവിൽ എഴുന്നേറ്റു നിന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ച നസ്രായൻ ഇന്ന് പകൽ എന്റെ വിഷയത്തിൽ, എന്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. അതിനുശേഷം യേശു കർത്താവ് ആ പടക് എത്തിയത് ഗദരദേശത്താണ്. 4-ാം അധ്യായത്തിൽ വലിയ ശാന്തതയുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവർ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് അവരെ എതിരേറ്റു. ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ കഴിയാത്ത, കല്ലറയിൽ പാർക്കുന്ന, ആർക്കും അടക്കുവാൻ കഴിയാത്ത, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, തന്നെത്താൻ നിലവിളിക്കുന്ന, കല്ലെടുത്ത് സ്വന്തം ശരീരത്തെ ചതയ്ക്കുന്ന ഒരു ഭ്രാന്തൻ, ഒരു മാനസിക രോഗി, ഒരു ഭൂതാത്മാവ് പിടിച്ച പൈശാചിക ലോകം അടക്കി വാഴുന്ന അശുദ്ധാത്മാക്കൾ കുടിയിരിക്കുന്ന ശരീരം. ഒരുത്തനും ഇവനെ തൊടാൻ കഴിയില്ല, ഒരുത്തനും ഇവനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. 6000 അശുദ്ധാത്മാക്കളാണ് അവനിൽ വസിക്കുന്നത്. 6000 ഭൂതശക്തികളാണ് അവനിൽ കുടിയിരിക്കുന്നത്. ഉഗ്ര ശക്തിയോടെ എഴുന്നേറ്റ് ഓടി വന്ന് കല്ലെടുത്ത് തന്നെ താൻ ചതയ്ക്കുന്ന, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഈ ഭൂതഗ്രസ്തനെ ഒറ്റയ്ക്ക് നിന്ന് കൈകാര്യം ചെയ്ത, ഒറ്റയ്ക്ക് നിന്ന് നേരിട്ട, ഒറ്റയ്ക്ക് നിന്ന് ഭൂതത്തെ പുറത്താക്കിയ ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്ന സകല അശുദ്ധാത്മ ശക്തികളും, വ്യക്തികളിൽ കുടിയിരിക്കുന്ന ദുർഭൂത ശക്തികളും, ഓൺലൈനിൽ എന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ നിന്നെ അടക്കി വാഴുന്ന ഇരുളിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകണം. ആറായിരത്തിലധികം അശുദ്ധാത്മാക്കളുള്ള, ആർക്കും അടക്കുവാൻ കഴിയാത്ത ദുർഭൂത ശക്തികളുടെ ഒരു കൂടാരമായി നിലകൊള്ളുന്ന, സഞ്ചരിക്കുന്ന ഭൂതഗ്രസ്തൻ, കല്ലറയിൽ പാർക്കുന്നവൻ, വസ്ത്രം ധരിച്ചിട്ടില്ലാത്തവൻ, കല്ലുകൊണ്ട് തന്നെത്താൻ ചതയ്ക്കുന്നവൻ, ചങ്ങല കൊണ്ട് കെട്ടിയാൽ നൂലുപോലെ ചങ്ങല പൊട്ടിച്ചു കളയുന്നവൻ, സെല്ലിനകത്തടച്ചാൽ സെല്ലിന്റെ ഇരുമ്പ് കമ്പികൾ വലിച്ചൊടിച്ചു കളഞ്ഞ് ചാടി പുറത്തിറങ്ങുന്നവനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അതിന്ന് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവാണ്. ഇന്ന് പകൽ ആത്മാവ് കുടുംബങ്ങളോട് പ്രവചിക്കുന്നു. നിനക്ക് പറയാൻ പല വിഷയങ്ങളുണ്ട്, നിനക്ക് പറയാൻ പല പ്രശ്നങ്ങളുണ്ട്, നിനക്ക് എണ്ണി തീർക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ നിന്റെ ദൈവം അതിനെ ഒറ്റയ്ക്ക് നേരിടും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ആ വാക്ക് എന്റെ പ്രിയ ദൈവമക്കളെ നിങ്ങളോടുള്ള ഒരു പ്രവചന ശബ്ദമായി സ്വീകരിക്കണം. അശുദ്ധാത്മാക്കൾ പലത് കാണാം, എതിർപ്പുകൾ പലത് കാണാം, പ്രശ്നങ്ങൾ പലത് കാണാം, വിഷയങ്ങൾ പലത് കാണാം. പക്ഷേ വെല്ലുവിളിക്കുന്ന കർമ്മേലിന്റെ മുകളിൽ ബാലിന്റെ പ്രതിഷ്ഠകളും അശേരയും കൂടെ 850 കാണാം. ആഹാബും ഇസബേലും കാണാം. ഏലിയാവേ, നീ ഒറ്റ
ഒറ്റക്കേ ഉള്ളെങ്കിലും Yes. ഇന്ന് പകൽ ഈ പ്രപഞ്ചത്തിന്റെ ഉടയവൻ നിന്റെ ഒപ്പമുണ്ടെങ്കിൽ, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, കല്ലറകളെ ജയിച്ചവൻ, സകല റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്രകളെയും പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, and some people says, my brother, I have a lot of problems and many issues. I am facing many issues. I am facing many problems in my life. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി ടെംപ്ടേഷൻസ് ഉണ്ട്, എനിക്ക് ഒത്തിരി എന്നെ കൊണ്ട് നേരിടാൻ പറ്റാത്ത പലതുമുണ്ട്. പക്ഷേ അതിനെയെല്ലാം ഒരു മൂലയ്ക്ക് നിർത്തിയിട്ട് പറയണം, എനിക്കൊരു ദൈവമുണ്ട്. എനിക്ക് ഞാൻ സേവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. സംഘടനകളുടെ പിൻബലമല്ല, വ്യക്തികളുടെ പിൻബലമല്ല, മനുഷ്യരുടെ ആശ്രയമല്ല, ലോകത്തിന്റെ താങ്ങല്ല. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടിലും, ലോകക്കാരെല്ലാരും തള്ളിടിലും, സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടാലും യോസേഫിന്റെ ദൈവം എന്റെ കൂട്ടാളിയാണ് എന്ന് പറയാൻ കഴിവുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദമുയർത്തിയവർ ദൈവത്തിന് നന്ദി പറയണം. എന്റെ ചോദ്യം, ആർത്തലയ്ക്കുന്ന ഈ തിരമാലകളെ അവസാനിപ്പിക്കാൻ അടിക്കുന്ന കൊടുങ്കാറ്റിനെ, ആഴക്കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ത്തിയെറിയാൻ നിൽക്കുന്ന ഈ ശക്തികളെ ഒറ്റയ്ക്ക് നേരിടാൻ ഈ പടകിലാരുണ്ട്? ഒറ്റയ്ക്ക് നേരിടാൻ ഈ പടകിൽ എനിക്കാരുണ്ട്? 1000 അല്ല, 1500 അല്ല, ആമീൻ, കൊടിയ ഭൂതങ്ങൾ കോടിക്കണക്കിന് ഇറങ്ങി നിന്നാലും ഇതിനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവ മക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ ആരാധിക്കാം. ചോദ്യം ഇതാണ്, എന്റെ വാക്കുകൾ തിരമാലകൾ അനുസരിക്കുമോ? എന്റെ ഭാഷ കൊടുങ്കാറ്റിന് മനസ്സിലാകുമോ? എന്റെ ഭാഷ മനസ്സിലാകാത്ത പല സാഹചര്യങ്ങളും എന്റെ മുമ്പിലുണ്ട്. എന്റെ ഭാഷ കൊടുങ്കാറ്റിന് മനസ്സിലാകില്ല. എന്റെ ഭാഷ സാഗരത്തിന്റെ തിരമാലകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും എന്നെ വേട്ടയാടുമ്പോൾ സകല സാഗരങ്ങളും സകല കൊടുങ്കാറ്റും പ്രപഞ്ചവും സകല സൃഷ്ടികൾക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം എന്റെ ദൈവത്തിന്റെ, എന്റെ നസ്രായന്റെ ശബ്ദമാണ്. ഈ ദിവസങ്ങളിൽ ആ ദൈവം എനിക്ക് വേണ്ടി വാ തുറക്കും, ആ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും, ആ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കാറ്റടങ്ങി, കാറ്റടങ്ങി, കടൽ ശാന്തമായി. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ദൈവം എനിക്കുണ്ട്. എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം. ശരിയല്ലേ? യെസ്, ആമേൻ. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിച്ച് കളയുന്ന
നാട്ടുകാർക്ക് പേടിയാണ് അവനെ. അവന്റെ കയ്യിൽ കല്ലുണ്ട്. അവൻ കല്ലെടുത്ത് അവനെ തന്നെ അടിച്ച് ചതയ്ക്കുക. അവന്റെ ശരീരം മൊത്തം മുറിവുകളാ. അവന്റെ അടുത്ത് വരുന്ന ഒരുത്തനോട് അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരുത്തനും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരുത്തന്റെ മുമ്പിൽ ചെന്ന് യേശു നിൽക്കുമ്പോ അവൻ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തണമെങ്കിൽ നിങ്ങളേതോ പോരാണ്, പോരാട്ടമാണ്, ബന്ധനമാണ്, ആഭിചാരാണ്, ഏതാണ്ടൊക്കെ പറയുന്നത് സകലതും അവന്റെ കാൽക്കീഴിലാണ്. ഇവന്റെ പാർപ്പ് കല്ലറയിലാണെന്നല്ലേ എഴുതിയിരിക്കുന്നത്. എന്താ അതിന്റെ ആത്മീയ അർത്ഥം? പിശാചുക്കളെല്ലാം കല്ലറയിലാണെന്നാണോ? അല്ല. ഏതോ ഒരു ചരിത്രകാരനാണോ എഴുത്തുകാരനാണോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്ന സ്ഥലം സെമിത്തേരിയാണെന്ന്. ഹല്ലേലൂയ. പിന്നെ എന്ത് കാരണം കൊണ്ട് ഇവൻ കല്ലറയിൽ, സാധാരണ കല്ലറയിൽ പോയി കിടക്കേണ്ടത്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് കിടക്കേണ്ടത് അവസാനിച്ചവനല്ലേ, മരിച്ചവനല്ലേ, ജീവിതം ഈ ഭൂമിയിൽ കഴിഞ്ഞൊരു മനുഷ്യനല്ലേ. ഇവന് ജീവനുണ്ടല്ലോ. ഇവൻ വന്ന് മുട്ടുകുത്തണമെങ്കിൽ ഇവന് മുട്ടിനൊന്നും പ്രശ്നമില്ലാത്ത ആളാ. ഒരുമാതിരിപ്പെട്ടവർക്ക് മുട്ടുകുത്താൻ പറ്റുന്നുണ്ടോ? ചോദിച്ചാൽ മതി പുറകെ ഇരിക്കുന്നവരോട്. ആരോഗ്യമുള്ളവനാ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവസാനിച്ചവന്റെ കാറ്റഗറിയിലാണ്. ഒന്നുകൂടെ പറയാം, മനസ്സിലായില്ല. ഇവൻ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ ആളുകൾക്ക് മനസ്സിലായി. ഇവൻ റണ്ണിങ്ങിൽ ഓടി നിൽക്കേണ്ടവനാണ്. ഇവൻ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കേണ്ടവനാണ്, അല്ലെങ്കിൽ റണ്ണിങ്ങിൽ, ഇങ്ങനെ അവന്റെ ലൈഫ് ഇങ്ങനെ റൺ ചെയ്ത് പോകേണ്ടതാണ്, അല്ലേ? പൗലോസ് തന്നെ പറഞ്ഞില്ലേ, ജീവിതം ഒരു ഓട്ടമാണെന്ന്. ജീവിതം ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ. ലൈഫ്, ജീവിതം ഒരു ഓട്ട. ചിലര് വയറ് കുറയ്ക്കാൻ ഓടുന്നു, ചിലര് വയറ് നിറയ്ക്കാൻ ഓടുന്നു. വയറ് നിറയ്ക്കാൻ ഓടുന്നവരും നിറച്ച വയറ് കുറയ്ക്കാൻ ഓടുന്നവരും. എന്തെല്ലാം ഓട്ടങ്ങളാ, പലതരത്തിലോട്ട ഓട്ടങ്ങളില്ലേ, അല്ലേ? വയറ് നിറയ്ക്കാൻ വേണ്ടിയല്ലേ ഈ രാവിലെ എഴുന്നേറ്റ് ഓടുന്നേ. പിന്നെ വേറൊരു ഓട്ടമുണ്ട്, ഈ നിറച്ച വയറ് കുറയ്ക്കാനൊരു ഓട്ടം. പക്ഷെ ദൈവമക്കളുടെ ഓട്ടം, അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ഓട്ടത്തിൽ ഒരു വിരുദുണ്ട്, ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. അതിന് നിത്യത എന്ന് പറയും, എറ്റേണിറ്റി. ഇവൻ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനാ. റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനെ, മുന്നിൽ നിൽക്കേണ്ടവനെ പിശാച് കൊണ്ടുവന്ന് ഫിനിഷിങ്ങിൽ ഇരുത്തിയിരിക്കുക. ഫിനിഷ്ഡ്, യു ആർ ഫിനിഷ്ഡ്. കാരണം കല്ലറ കിടക്കുന്നവന്റെ അവിടെ എഴുതിയിട്ടുണ്ട്, ഇന്നയാൾ ഇന്നെടുത്ത് വിശ്രമിക്കുന്നു, ഫിനിഷ്ഡ്. പക്ഷേ എത്ര ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നവനെയും യേശു കണ്ടാൽ, യേശു തൊട്ടാൽ അവനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരും. ഒന്നുകൂടെ പറയാം, എത്ര ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നവനെയും യേശു കണ്ടാൽ, യേശു തൊട്ടാൽ അവനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരും. നീ തീർന്നു, നീ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ചില പുതിയ കാര്യങ്ങളെ ഇന്ന് പകൽ തുടങ്ങുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, മുൻപുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. മൂന്നാമത്തെ വിഷയം 25-ാമത്തെയും 26-ാമത്തെയും വാക്യത്തിൽ 12 സന്മനസ്സരായിട്ട് രക്തസ്രവമുള്ളവളും പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച്
തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിരുന്നിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. 29-ാമത്തെ വാക്യത്തിൽ 28-29 അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ പുറകിൽ കൂടെ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, സ്വസ്ഥയായി. ഇതോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 12 കൊല്ലമായിട്ട് ട്രീറ്റ്മെന്റ് നടത്തുകയാണ്. ഒരുപാട് വൈദ്യന്മാരെ കണ്ടു, പലതും സഹിച്ചു, തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചു, ഒട്ടും ഭേദം വന്നില്ല, രോഗം കൂടിയതല്ലാതെ. ഇത്രയും ഡോക്ടർമാര് ചികിത്സിച്ച, ഇത്രയും നമ്മുടെ ഭാഷ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ, ഇത്രയും സ്കാനിങ് എടുത്ത, ഉള്ള MRI മിഷനകത്തും CT സ്കാനിനകത്തും സകലത്തിനകത്തും കയറ്റി ഇറക്കിയ, കിട്ടാവുന്ന സകല മെഡിസിനുകളും മാറിയും തിരിഞ്ഞും 12 കൊല്ലമായി പരീക്ഷിച്ച, ചെയ്യാവുന്നത് മുഴുവൻ ചെയ്ത, സഹിച്ച, പണം മുഴുവൻ വീടും പറമ്പും എഴുതി വിറ്റ് ചികിത്സിച്ച, എന്നിട്ട് അല്പം പോലും സൗഖ്യം വരാത്ത ഈ സ്ത്രീയെ ഇനി ആർക്ക് രക്ഷിക്കാൻ കഴിയും? കല്ലറയിൽ കിടക്കുന്ന, ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിച്ചു വരുന്ന ഈ മകനെ ഇനി ആർക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയും? ആർത്തലയ്ക്കുന്ന തിരമാലകളും ആർത്ത് വിളിക്കുന്ന കൊടുങ്കാറ്റുകളുടെ നടുവിൽ വള്ളം അലഞ്ഞു വലഞ്ഞുഴലുമ്പോൾ, സകലതും അടിച്ച് താഴെ പോകുമ്പോൾ, മുങ്ങി ചത്തുപോകുമെന്ന സാഹചര്യം വെളിപ്പെടുമ്പോൾ, തിരമാലകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, കാറ്റിന് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനോട് സംസാരിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യാൻ ആർക്ക് കഴിയും? ഇന്ന് പകൽ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആർക്കും ചെയ്യാൻ കഴിയാത്തതിനെ ഇന്ന് പകൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആർക്കും ചെയ്യാൻ കഴിയാത്തതിനെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചെയ്യുന്ന, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തടുത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ആർക്കും വഴി തുറക്കാൻ കഴിയാത്തടുത്ത് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ജീവിക്കുന്നുണ്ട്. ഭൂതഗ്രസ്തൻ സുവിശേഷകനായി, രക്തസ്രവക്കാരി സ്ത്രീ സാക്ഷിയായി. ഇതിന്റെ ക്ലൈമാക്സ് എവിടെയാണ്? ഇവിടെ കൊണ്ട് തീരുന്നില്ല. ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തെ, ആർക്കും മാറ്റാനോ രൂപാന്തരപ്പെടുത്താനോ കഴിയാത്ത എൻ്റെ ലൈഫിനെ യേശു രൂപാന്തരപ്പെടുത്തിയത്, എന്നെ വിളിച്ചത്, എന്നെ ആലയത്തിൽ കൊണ്ടുവന്നത്, എന്നെ കർത്താവ് തൊട്ടത് ചുമ്മാ അങ്ങ് വിടാനല്ല, ഒന്നെങ്കിൽ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ നിന്നെ സാക്ഷിയാക്കാൻ, നിന്നെ ഒരു സുവിശേഷകനോ സുവിശേഷകയോ ആക്കാൻ. ഈ ആലയത്തിനകത്ത് നിന്ന് ആയിരക്കണക്കിന് സുവിശേഷകർ എഴുന്നേറ്റ് വരട്ടെ. ഇന്ന് ഈ ആരാധന മധ്യയിൽ തിരമാലകൾ പോലെ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം എൻ്റെ മുൻപിലുണ്ട്. ഇന്ന് ഈ ആലയത്തിന്റെ നടുവിൽ ഡെക്കേപ്പൊലിയിലെ ഭൂതഗ്രസ്തനെ പോലെ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇന്ന് ഈ ആരാധന മധ്യയിൽ വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന ആ രക്തസ്രവക്കാരിയെ പോലൊരു രോഗം എനിക്കുണ്ട്. ഇന്ന് ഈ ആരാധന മധ്യയിൽ കർത്താവേ, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആ വിഷയത്തെ നീ എനിക്ക് വേണ്ടി ഒന്ന് കൈകാര്യം ചെയ്യണമേ. എനിക്ക് ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗവും കൂടെ ഉണ്ട്. അവിടെ 34-ാം വാക്യത്തിനകത്ത് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു. നിന്റെ മകൻ മരിച്ചുപോയി എന്ന് അവനോട് പറഞ്ഞു. ഗുരുവിനെ അസഹ്യമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യാക്കാതെ, നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ബൈബിൾ ഒന്ന് അടച്ചു വയ്ക്കാം.
ഹല്ലേലൂയ. Amen. അടിവരയിടുന്ന ആ വാക്കിനകത്ത് യേശു ആ വാക്ക് കാര്യാക്കാതെ. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നാമത്തെ വിഷയം തിരമാല, കൊടുങ്കാറ്റ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കുവോ? രണ്ടാമത്തെ വിഷയം ഭൂതഗ്രസ്തൻ എന്ന് പറഞ്ഞു പോവല്ല. 6000 ഭൂതം ഇരിക്കുന്ന സുപ്രസിദ്ധ ക്രിമിനലാ പുള്ളി. വീരപ്പനേക്കാളൊക്കെ നമുക്ക് അവരോടൊന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയില്ല. അത് കാരണം ചെങ്ങല കൊണ്ട് പുള്ളിയെ കെട്ടിയാൽ പൊട്ടിച്ചു കളയും. സെല്ലിനകത്ത് അടച്ചാൽ സെല്ല് പൊളിച്ച് പുള്ളി പുറത്തു വരും. മാജിക്ക് പോലെ ടണ്ടണേ പുള്ളി പുറത്തു വരും. ഒന്ന് ഓർത്ത് നോക്കിയേ. കല്ലെടുത്ത് തന്നെ താൻ ചതയ്ക്കും. മുടിയൊക്കെ വളർത്തി ഒരു എന്നാ പറയുന്ന ഒരു അടിവസ്ത്രം പോലും ഇടാതെ നിൽക്കുന്ന ഒരുത്തൻ. ഇവന്റെ അടുത്ത് ആര് പോവും? പറ. ഇവന്റെ അടുത്ത് ആര് എന്ന് വീണ്ടും ഇവനെ ആര് നേരിടും? നാട്ടുകാരും ലോകക്കാരും മുഴുവൻ പറഞ്ഞു ഇവനൊരു ഭൂതഗ്രസ്തനായി ഇപ്പൊ കിടക്കുന്ന കല്ലറയില്ലേ, അതിന്റെ കോണിൽ അവൻ ചത്ത് നാറും, അവിടെ കിടന്ന് പുഴുവരിക്കും, അവിടെ തീരും അവൻ എന്ന് കരുതിയവൻ ദെക്കേപ്പൊലിയുടെ സുവിശേഷകനായി. എഴുതി വെച്ചോണം, എഴുതി വെച്ചോണം. ഒരുത്തനും എടുക്കാത്ത കേസ് യേശു എടുക്കും. കൊണ്ടുവാ നിന്റെ വിഷയം കർത്താവിന്റെ അടുത്ത് കൊണ്ടുവാ. നിന്റെ വിഷയം യേശുവിന്റെ അടുത്ത് കൊണ്ടുവാ. ഇന്ന് പകൽ നിനക്ക് നേരിടാൻ കഴിയാത്ത വിഷയം യേശു കർത്താവ് അത് തീർക്കും. മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്ത് ചികിത്സിച്ചിട്ടും വീടും പറമ്പും എഴുതി വിറ്റിട്ടും അല്പം പോലും ഭേദം വരാത്ത ഈ സ്ത്രീയെ ഇനി ആർക്ക് വിടുവിക്കാൻ കഴിയും? കർത്താവ് ഹാൻഡിൽ ചെയ്തോ? ഇതാ പള്ളിപ്രമാണി യേശുവിന്റെ കാൽക്കൽ വീണ് കിടന്ന് പറയുകയാണ്, മാസ്റ്റർ, ഗുരു, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വീട്ടിനകത്തുനിന്ന് ആളുകൾ വന്ന് പറയുകയാണ് പള്ളിപ്രമാണിയോട്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, പ്രാർത്ഥിച്ചതൊക്കെ നിർത്തിക്കോ, പ്രാർത്ഥനയൊന്നും ഫലിച്ചില്ല, നിന്റെ കൊച്ചു മരിച്ചുപോയി. പെട്ടെന്ന് വീട്ടിൽ വാ, ശവടക്കിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഇത് പള്ളിപ്രമാണിയോട് വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറയുമ്പോൾ കൊച്ചു മരിച്ച മരണവാർത്ത യേശു കാര്യാക്കാതെ, നമ്മളൊക്കെ തകർന്നു പോകുന്ന, ഞെട്ടിപ്പോകുന്ന, അയ്യോ എന്ന് വിളിച്ചു പോകുന്നിടത്ത് അതിനെയും അവൻ നിസ്സാരമായി കാരണമെങ്കിൽ മരണത്തിന് മുകളിലവൻ. മരണത്തിന് മുകളിലാണവൻ, മരണത്തിനും മുകളിലാണവൻ. ആ നസ്രായന്റെ മകൻ, ആ നസ്രായന്റെ അപ്പോസ്തലൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ? എല്ലാ മനുഷ്യനും പേടിക്കുന്ന മരണത്തെ പോലും കാര്യമാക്കാത്തൊരു കൂട്ടം ഉണ്ടെങ്കിൽ, അതിനകത്തും ജയമുള്ള ഒരു കൂട്ടം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കൈയടിക്കുന്ന ഈ കൂട്ടമാണെന്ന് ഇന്ന് മകൾ തിരിച്ചറിയാം. ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ കാര്യമാക്കുന്ന, വളരെ സീരിയസ് ആയി കേൾക്കുന്ന
കാണുന്ന, ചങ്കത്ത് കൈവെക്കുന്ന, ഞെട്ടുന്ന, അത്ഭുതപ്പെടുന്ന, അയ്യോ എന്ന് വിളിക്കുന്ന വിഷയത്തെയും യേശു കാര്യാക്കിയില്ലെങ്കിൽ അവന്റെ അധികാരം എന്നാന്നുള്ളത് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവർ തിരിച്ചറിയണം. യേശു ആ വാക്ക് കാര്യാക്കാതെ പള്ളിപ്രമാണിയോട്, കാരണം ഇത് വീട്ടിൽ നിന്ന് വന്നവനോടുള്ള മെസ്സേജ് അല്ല. വീട്ടിൽ നിന്ന് വന്നവൻ ഒരു ഇൻഫർമേഷൻ ആണ് കൊടുത്തത്, നിന്റെ കൊച്ചു തീർന്നു പോയെന്ന്. പക്ഷേ പള്ളിപ്രമാണി ആ ഇൻഫർമേഷന്റെ നടുവിൽ പല ഇൻഫർമേഷനും കേട്ടിട്ടല്ലേ ഡൗൺ ആയി ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നേ. ഇന്ന് പകൽ നിനക്കൊരു റെവലേഷൻ തരാം, ഭയപ്പെടണ്ട. നിനക്കൊരു റെവലേഷൻ ദൈവം തരുന്നു. നീ വിശ്വസിക്കാമെങ്കിൽ, ഇന്ന് പകൽ നീ വിശ്വസിക്കാമെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എഴുന്നേറ്റ് നിന്നോ, പ്രാർത്ഥിക്കാൻ പോവാ. ആരും ഇറങ്ങി പോകല്ല ഈ സമയത്ത്. എഴുന്നേൽപ്പിച്ചെന്ന് കരുതി 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവാ. ഈ പ്രാർത്ഥനയിൽ ഭയങ്കര ഡെലിവറൻസ്, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് സ്വർഗം കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. എന്നെ കേട്ടെ, ചോദ്യം ഇതാണ്. ദൈവദാസന്മാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആർത്തു വിളിക്കുന്ന തിരമാലകളും വീശിയടിക്കുന്ന കൊടുങ്കാറ്റും എന്നെ അനുസരിക്കുമോ? ഇല്ല. എനിക്കതിനെ ഡീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്റെ വാക്കത് കേൾക്കുവോ? ഇല്ല. പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ പോലും എനിക്ക് വിരോധമാകുമ്പോൾ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, പ്രകൃതിക്ക് പോലും അവന്റെ ശബ്ദം മനസ്സിലാകും. കാരണം അവൻ പ്രപഞ്ചത്തിന്റെ ഉടയവനാണ്. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിക്കുന്ന, ആർക്കും അവനെ അടക്കുവാൻ കൈകാര്യം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ, കല്ലറയിൽ കിടന്നുറങ്ങുന്ന, വസ്ത്രം ധരിക്കാത്ത, കല്ലുകൊണ്ട് ശരീരം ചതയ്ക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഇനി ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയും? 12 കൊല്ലം മുതൽ മുഴുവൻ എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഈ സഹോദരിയെ ഇനി ആർക്ക് സൗഖ്യമാക്കാൻ കഴിയും? മരിച്ചു പെട്ടിക്കകത്ത് വെച്ച കുട്ടിയെ, മരിച്ചു പെട്ടിക്കകത്ത് അടക്കാൻ വെച്ചിരിക്കുന്ന കൊച്ചിനെ വീട്ടിൽ ചെന്ന് കൈപിടിച്ച് പെട്ടിക്കകത്ത് എഴുന്നേൽപ്പിക്കാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ഞാൻ പ്രസംഗിക്കുന്നത് ഒരു കഥാപുസ്തകം അല്ല. ഞാൻ ഈ പ്രാവശ്യവും ഇസ്രായേൽ രാജ്യം സന്ദർശിച്ചപ്പോ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളെ ഒരു ടാക്സിക്കാരനാ കൊണ്ടുപോന്നേ. തിരിച്ചു പോകുകയാണ്. ആ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ സ്ഥലം ഞങ്ങൾ കണ്ടു. ഈ സംഭവം നടന്ന സ്ഥലം, ഈ പള്ളിപ്രമാണിയുടെ വീട്. ഞാനും ജിജി പാസ്റ്ററും ലിബിനും കൂടെ അവിടെ ഇറങ്ങി. ആ ഡ്രൈവറോട് പറഞ്ഞു, ഇവിടെ ഒന്ന് കയറി വെച്ചു. കാരണം ഇപ്പോഴും ആ വീട് ചരിത്രമായി, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസായി, ഒരു ആർക്കിയോളജിക്കൽ സൈറ്റായി അവിടെ ഉണ്ട്. ഗദരദേശം എന്ന് പറയുന്ന ദേശം ഇപ്പോഴും ഇസ്രായേലിലുണ്ട്. ഈ വായിച്ചതും പറഞ്ഞതും പണ്ട് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നെന്ന് പറയുന്ന പോലെ അല്ലിത്. ഈ പറഞ്ഞതും വായിച്ചതും പ്രസംഗിച്ചതും ഒക്കെ ചരിത്രമാണെങ്കിൽ, ഈ സ്ഥലങ്ങളും സംഭവ ഇടങ്ങളും ഇന്നും നിലകൊള്ളുന്നെങ്കിൽ, ഈ ദൈവം ഇന്നും ജീവിക്കുന്നെങ്കിൽ, ഈ പ്രവൃത്തി ഇനിയും തുടരും. വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച് ഈ പ്രവൃത്തി ഇനിയും ഉണ്ടാകും. വിശ്വസിക്കാവോ?
നിങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം. ബ്രദറെ, പാസ്റ്ററെ, എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം, എൻ്റെ വ്യക്തിപരമായ സ്വഭാവം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ സാമ്പത്തികം, എനിക്ക് ആ വിഷയത്തിൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടി കർത്താവേ നീ ഒന്ന് എഴുന്നേൽക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചു, വായ്കൾ തുറന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു, അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതകരമായ വിടുതലുകൾ ഈ പ്രാർത്ഥനയുടെ നടുവിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ പ്രസംഗിച്ച, ഞാനിവിടെ പറഞ്ഞ ഈ 4 കാറ്റഗറിയിൽപ്പെട്ടവരും ഇന്ന് ഈ ആരാധനയിലുണ്ട്. ഒന്ന് ചില വസ്തു സംബന്ധമായ, പ്രോപ്പർട്ടി സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്ത് വല്ലാതെ ഭാരപ്പെടുന്നവർ. 2, വ്യക്തിപരമായ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലാതെ മക്കളെ ഓർത്ത്, അവരുടെ ജീവിത സ്വഭാവങ്ങൾ ഓർത്ത്, മദ്യപാനിയായ ഭർത്താവിനെ ഓർത്ത്, വഴിതെറ്റി നടക്കുന്ന തലമുറയെ ഓർത്ത്, എൻ്റെ ഭർത്താവിനെ ആര് രൂപാന്തരപ്പെടുത്തും, എൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവത്തെ ആരൊന്നും മാറ്റിയെടുക്കും, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഈ ക്യാരക്ടർ എങ്ങനെ ചേഞ്ച് ആകും എന്ന നിലകളിൽ പൈശാചിക ആക്രമണങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ. 3, ബ്ലീഡിംഗ് ഇഷ്യൂവാൽ, രക്തസ്രവത്താൽ, അങ്ങനെയുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന സഹോദരിമാർ. 4, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയിട്ട് ജീവിതം ഒറ്റപ്പെട്ടു പോയ ചിലർ. ഇങ്ങനെ വ്യത്യസ്തമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ഇന്ന് ഈ ആലയത്തിലുണ്ട്. ഇതാ മറ്റു ചിലരെ കുറിച്ച് കർത്താവ് അറിയിക്കുന്നത്, അപ്പാ നീ എനിക്കൊരു വഴി തുറക്കണമേ എന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ. എൻ്റെ മേളിൽ നിന്റെ അഭിഷേകത്തെ പകരണമേ, അങ്ങയുടെ ശുശ്രൂഷയിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മറ്റു ചിലർ. ഇതിനെല്ലാം ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഇതിനെല്ലാം പരിഹാരം ഒരുവനേ ഉള്ളൂ. അത് നസ്രയനായ യേശു ക്രിസ്തുവാണ്. യേശുവാണ്. ആ